ഒരു നോർമൽ ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കാണേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് ഷോൾഡറാണ് എടുക്കേണ്ടത്. ഷോൾഡറിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർക്കേണ്ടത്. പിന്നീട് വേണ്ട മെഷർമെൻ്റ് എന്ന് പറയുന്നത് നെക്ക് വിഡ്ത്ത് ആണ്. പിന്നീട് സ്ലീവ് ലെങ്ത്ത്, സ്ലീവ് റൗണ്ട്. എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസിനാണ് അധികം വ്യൂസ് കിട്ടാറ്. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇത് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ മാത്രമായിട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൊണ്ടുവന്ന് തരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, എല്ലാവർക്കും അവധിയുള്ളൊരു ദിവസം. പക്ഷേ നമ്മൾ വീട്ടമ്മമാരുടെ കാര്യം നമുക്കല്ലേ അറിയൂ. സത്യം പറഞ്ഞാലേ എനിക്ക് ഞായറാഴ്ചയോളം മടുപ്പുള്ള ദിവസങ്ങൾ വേറെ ഇല്ല. ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ വിചാരിച്ചതാണ് നാളെ ഞായറാഴ്ചയല്ലേ, ഒന്ന് വൈകി എണീക്കാമെന്നൊക്കെ. പക്ഷെ എത്ര വിചാരിച്ചാലും കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ ഇന്ന് എഴുന്നേൽക്കുന്ന കൃത്യസമയത്ത് തന്നെ ആയിരിക്കും. ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടാവില്ല. രാവിലെ പൊതുവെ എണീറ്റുണ്ടെന്ന് വെച്ചെങ്കിൽ വേഗം അടുക്കളയ്ക്ക് വന്ന് പണികൾ നോക്കുക ചെയ്യാറ്. ഇന്നെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് വന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞത് കുളിയും അലക്കലുമാണെന്ന്. ഈ കുളിക്കലും അലക്കലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പണി കഴിഞ്ഞതുപോലെ കേട്ടോ എനിക്ക് തോന്നാറ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണോ എന്ന് അറിയില്ല. ഞായറാഴ്ച ദിവസം കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ലീവല്ലേ എന്ന് കരുതിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച ദിവസത്തെ പണികൾ തീരെയില്ല. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് പാലപ്പവും അതുപോലെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ ഈ പൊരിച്ചിട്ട് നമ്മൾ കറി വയ്ക്കില്ലേ, അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടല്ലോ, 9 മണിയാകുമ്പോഴത്തേക്കും പണികൾ തീർക്കണം, അവരുടെ സ്കൂൾ ബസ്സൊക്കെ വരുന്ന സമയമാണ്, അവരെ കുട്ടികളെ പറഞ്ഞയക്കണം, ആൾക്ക് ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ പണി എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ ഞായറാഴ്ച ദിവസം നമ്മളോട് തന്നെ പറയും, ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, ആർക്കും എവിടെ പോകാനൊന്നും ഇല്ലല്ലോ, ഒക്കെ ഒന്ന് പതുക്കെ ചെയ്താൽ മതി എന്നുള്ളത്. ആ ഒരു ചിന്തയാണ് ആദ്യം മാറ്റേണ്ടതെന്ന് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ദിവസത്തെ ആ പണികളൊന്നും തീരില്ല, വൈകുന്നേരം വരെ പണികൾ തന്നെ ആയിരിക്കും. ഈ പാലപ്പം അല്ലെങ്കിൽ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി നമ്മുടെ വീട്ടിൽ നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസിനാണ് അധികം വ്യൂസ് കിട്ടാറ്. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ മാത്രമായിട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൊണ്ടുവന്ന് തരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മളിതൊരു ബിസിനസ്സായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ചുരിദാറാണെങ്കിലും പാൻറ്റാണെങ്കിലും അങ്ങനെ എനിക്ക് എന്താണോ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നത് അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഇനി നമുക്ക് പെരുന്നാളിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് മെറ്റീരിയലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുക്കള അത്യാവശ്യം കച്ചറായിരിക്കണം കേട്ടോ. കാരണം ഈ പാലപ്പൊക്കെ ഉണ്ടാക്കലും പാത്രം കഴുകലും എല്ലാം കൂടി ഒരുമിച്ച് നടക്കില്ലല്ലോ. ഇനി എനിക്ക് ചോറും കറിയൊക്കെ വെക്കാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യുക, ബാക്കിയുള്ള കുക്കിംഗ് ഒന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം ഇന്ന് എനിക്ക് അർജൻറ്റായിട്ടൊരു ഡ്രസ്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കാനുണ്ട്. ആ ചേച്ചി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് കൊടുക്കാനുള്ളത് 2 ജോഡി യൂണിഫോമാണ്. അപ്പോൾ ആ മോള് 10ാം ക്ലാസ്സിലേക്ക് ആയിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ്സിലേക്കൊക്കെ നേരത്തെ ക്ലാസ് തുടങ്ങുമല്ലോ. അപ്പോൾ ആ കുട്ടിക്കുള്ള യൂണിഫോമാണ്. അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇന്നുകൂടെ ചെയ്യണം. കാരണം ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നേരത്തെ വരും കേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശമൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാനുണ്ട്, പിന്നെ ഹെമ്മിങ് ചെയ്യാനുണ്ട്, ഒന്ന് അയൺ ചെയ്യാനുണ്ട്. ഇത്രയൊക്കെയാണുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ളത് കാരണം ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഈ ഒരു ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷർമെൻറ്റ്സ് എടുക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒരു നോർമൽ ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കാണേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് ഷോൾഡറാണ് എടുക്കേണ്ടത്. ഷോൾഡറിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർക്കേണ്ടത്. പിന്നീട് വേണ്ട മെഷർമെൻ്റ് എന്ന് പറയുന്നത് നെക്ക് വിഡ്ത്ത് ആണ്. ഞാനിവിടെ 3.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ അതാണ് പിന്നീട് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് വിഡ്ത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായി കാൽക്കുലേറ്റ് ചെയ്തത് ആം ഹോളാണ്. ആം ഹോളിൻ്റെ ഒപ്പം നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാറില്ല. പിന്നീട് ചെസ്റ്റ് റൗണ്ടാണ് നോക്കിയത്. ചെസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ ബ്രസ്റ്റ് സൈസ് ഉണ്ടാവില്ലേ, ബ്രസ്റ്റ് സൈസ് /4 അതാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഇടാറ്. അടുത്തതായിട്ട് വേസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഷോൾഡർ മുതൽ നമുക്ക് എവിടെയാണോ നമ്മൾക്ക് ഷേപ്പ് വരേണ്ടത് അതാണ് വേസ്റ്റ് ലെങ്ത് ആയിട്ട് കണക്കാക്കുന്നത്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് ഞാൻ 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നീട് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ വേസ്റ്റ് ലെങ്ത് എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടെ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നീട് എടുക്കേണ്ടത് ബോട്ടം അളവാണ്. അത് ഓരോരുത്തരുടെ ചുരിദാറിൻ്റെ ബോട്ടം എത്രയാണോ അതിനനുസരിച്ചിട്ട് അളവെടുക്കാം. ബോട്ടം അളവിൻ്റെ കൂടെയും നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യാറ്. പിന്നീട് സ്ലീവ് ലെങ്ത്ത്, സ്ലീവ് റൗണ്ട്. സ്ലീവ് ലെങ്ത്തിൻ്റെ കൂടെയും സ്ലീവ് റൗണ്ടിൻ്റെ കൂടെയും നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ചാണ് കേട്ടോ ആഡ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമ്മളൊരു നോർമൽ ചുരിദാർ, ഓപ്പണൊന്നും ഇല്ലാത്തൊരു നോർമൽ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട അളവുകൾ. അപ്പോൾ ഒരു ചുരിദാറിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നോർമൽ ചുരിദാർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ അശ്വതി.